നരം ചൈവ നരോത്തമം സരസ്വതീം വ്യാസം തതോ ജയമുദീരയത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനിധി നാമ്നേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമ്നേ. നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദ. എന്റെ വിനീതമായ നമസ്കാരം. അതുപോലെ എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മളെ ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം 18 34 ശ്ലോകം വരെ എടുത്തു. ഇനി 35 നമ്മൾ കടക്കുകയാണ്. 35 ഓർമ്മ. ഹരേ കൃഷ്ണ. നമ്മള് 34 ശ്ലോകത്തിലെ ആരാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? 34 ശ്ലോകത്തിലെ ആര് പറയുന്നതായിട്ടാണ് നമ്മള് ശുകദേവ് ഗോസ്വാമി പറഞ്ഞു തന്നത്? അവിടെ അതല്ല മാതാജി, അവിടെ ആരാണ്? ബ്രാഹ്മണൈ ക്ഷത്രിബന്ധുർഹി ഗ്രഹപാലോ നിരൂപിത സകതം തദ്ഗ്രഹേദ്വാ സ്തഭസഭാണ്ഡം ഭോക്തുമർഹതി. അത് പറഞ്ഞതാരാണ്? അതാര് പറഞ്ഞു എന്നാണ് സൂതഗോസ്വാമി അവിടെ അവർക്ക് പറഞ്ഞു കൊടുത്തത്. നമ്മള് അതിനകത്ത് പറയുന്നത് ശൃംഗി പറയുന്നതായിട്ടാണ്, അല്ലേ? അപ്പൊ ശമീക മഹർഷിയുടെ മകനായ ശൃംഗി ഇതൊക്കെ പറയുകയാണ്, കൂട്ടുകാരോട് സംസാരിക്കുകയാണ്. രാജകുലത്തിലെ അനന്തരഗാമികളൊക്കെ നിശ്ചയമായും ഗ്രഹപാലനത്തിൽ നിയോഗിക്കപ്പെട്ട കാവൽ നായ്ക്കളാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ രാജാവ് ഭരിക്കാൻ വരുന്നു. രാജാവ് ഭരിക്കേണ്ടത് ഒരു കാവൽ നായെ പോലെയാണ് ഭരിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ബ്രാഹ്മണരെ സമൂഹത്തിന്റെ ശിരസ്സും ബുദ്ധിയുമായും ക്ഷത്രിയരെ സമൂഹമാകുന്ന ശരീരത്തിന്റെ ബാഹുക്കളായും കരുതപ്പെടുന്നു. എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും അഥവാ അപകടങ്ങളിൽ നിന്നും ശരീരത്തെ രക്ഷിക്കാൻ കരങ്ങൾ, ഓരോ അവയവങ്ങളുടെയും പ്രത്യേകതയാണ് ആവശ്യമായി വരുന്നു എന്നല്ല. കൈകൾ നിശ്ചയമായി ശിരസിന്റെയും ബുദ്ധിയുടെയും നിർദ്ദേശമനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ഓരോ അവയവങ്ങളെ കുറിച്ചും പ്രത്യേകം നമ്മൾ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്. അപ്പം ബ്രാഹ്മണപുത്രനായ ശൃംഗിക്ക് തന്റെ അച്ഛനോട് കാണിച്ച ഈ അക്രമത്തെ വളരെയധികം ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ്. ഒരു മഹാബ്രാഹ്മണന്റെ പുത്രനാണ് അദ്ദേഹം, വളരെ അറിവുള്ള ആളാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിനുണ്ടായ അദ്ദേഹത്തിന് എന്താണ് അവിടെ കുറവുണ്ടായിരുന്നത്? വിവേകം പോരായിരുന്നു എന്ന് നമ്മൾ കണ്ടു. പിന്നെ ബാലിശ പ്രകൃതനായിരുന്നു എന്ന് നമ്മൾ വായിച്ചു. അപ്പൊ അങ്ങനെ കലിയുഗത്തിന്റെ പ്രഭാവം കൊണ്ട് ആ ബ്രാഹ്മണർക്കുണ്ടായ അധപതനത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ബ്രാഹ്മണര് ഗർവുള്ളവരായി മാറി എന്ന് നമ്മൾ കണ്ടു. അപ്പം പരീക്ഷിത് മഹാരാജാവിനെ ഒരു എങ്ങനെയാണ് ശൃംഗി കമ്പയർ ചെയ്തതെന്ന് നോക്കിയാലേ, ഒരു കാക്കകളോട് അല്ലെങ്കിൽ വീട്ടുകാവൽക്കാരായ നായ്കളോടും താരതമ്യപ്പെടുത്തുന്നത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വായിച്ചു. അപ്പം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനുമായി രാജ്യാതിർത്തികളിൽ ശ്രദ്ധ ഉറപ്പിച്ച് ജാഗരൂകനായി ഭരിക്കുന്ന ഒരു രാജാവിനെ ആണ് നമുക്ക് വേണ്ടത് എന്ന് ശൃംഗി പറയുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ ആയിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ ഇവിടെ ശൃംഗി അതിനെ തെറ്റിദ്ധരിച്ചു. കാരണം കേവലം ഒരു പ്രവൃത്തി കൊണ്ട്, കേവലം അവന്റെ അച്ഛനോട് ചെയ്ത ആ മഹാ അപരാധം അതിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പം എല്ലാവരെയും കാത്തു സംരക്ഷിക്കുന്ന ഒരു കാവൽ നായയെ പോലെ നിൽക്കേണ്ട രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി ഇപ്രകാരം തെറ്റ് ചെയ്തപ്പോൾ, അപ്പം അവൻ കൂട്ടുകാരെന്ന് പറയുന്ന എവിടെയാണ്? ആ വനത്തിൽ കഴിഞ്ഞുകൂടുന്ന
അറിവില്ലാത്ത കുട്ടികളാണ്. പക്ഷെ ഏറ്റവും അറിവുള്ള വ്യക്തിയാണ് ഈ ശൃംഗി. കാരണം എല്ലാ ധർമ്മശാസ്ത്രങ്ങളും പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ശമീകൈ ഋഷി വളരെ പ്രബലനായ ഒരു ഋഷിയായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കാത്ത കാര്യങ്ങളില്ല. പക്ഷെ എല്ലാം പഠിച്ചാലും നമ്മൾ ചിലപ്പോൾ കാണിക്കുന്നത് തെറ്റുകളായിരിക്കും. നമ്മൾ വന്നു ചേരുന്ന നമ്മുടെ അഹന്ത കൊണ്ട് നമ്മൾ തെറ്റിലേക്ക് പോകും എന്നുള്ളതിനൊരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ കാണുന്നത്. കാരണം വേഗമുണ്ടായ ക്രോധം, തൻ്റെ അച്ഛനോട് ചെയ്ത ആ മഹാപരാധം എന്നുള്ളത് അദ്ദേഹത്തെ അങ്ങ് വളരെയധികം രോഷാകുലനാക്കി മാറ്റി. അങ്ങനെ അവിടെ നമ്മൾ കണ്ടത് ബ്രാഹ്മണീയ അധികാരങ്ങളുടെ അധപ്പതനം അതോടുകൂടി തുടങ്ങുകയാണ്. അപ്പം ആദ്യമായിട്ട് ആ അതുവരെയും ബ്രാഹ്മണ കുടുംബങ്ങൾ, അഥവാ ബ്രാഹ്മണരായിരുന്നു സമൂഹത്തെ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തിരുന്നത്. ഓരോ പ്രവൃത്തിയിലും രാജാവിനെ ഉപദേശിക്കുകയും രാജാവ് അപ്രകാരം എല്ലാം നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവിടെ ഈ ഒരു ബ്രാഹ്മണൻ എന്തുകൊണ്ട് ശ്രദ്ധയില്ലാതെ കാര്യങ്ങൾ ചെയ്യുക, വിനയമില്ലാതെ കാര്യങ്ങൾ ചെയ്തു, ബാലിശ പ്രകൃതം കാണിച്ചു, അവിവേകിയായി മാറി, അങ്ങനെ ജന്മത്തിലൂടെ കിട്ടിയ നല്ല ഗുണങ്ങളെ പോലും അവിടെ ഇല്ലാതെയാക്കി എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. അപ്പം സാമൂഹ്യ വിന്യാസത്തിന്റെ ശിരസ് ബ്രാഹ്മണനായിരുന്നു. എല്ലാ വർണ്ണാശ്രമ വ്യവസ്ഥകളും അതോടുകൂടി അധപ്പതിക്കാൻ തുടങ്ങി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ശൃംഗിയുടെ പിതാവ് കാരണം അച്ഛനുണ്ടായ ആ ഒരു കാരണക്കാരനായി അവിടെ ഇരുന്നത് ശൃംഗിയുടെ പിതാവ്. അങ്ങനെ ബ്രാഹ്മണീയ അധപ്പതനത്തിന്റെ ആരംഭം കുറിക്കുകയും അത് പരിതാപകരമായി മാറുകയും ചെയ്തു. അതാണ് ഇന്ന് നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ആളില്ലാത്ത ഒരവസ്ഥ ഇന്ന് നമ്മുടെ സനാതന ധർമ്മത്തിൽ വരാൻ കാരണം അതാണ്. യഥാർത്ഥത്തിൽ വർണ്ണാശ്രമ വ്യവസ്ഥകളെ ഏത് രീതിയിൽ ഏത് സമയത്തും നല്ലതായി കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാനുള്ള ഒരാള് ഉണ്ടായിരുന്നു എങ്കിൽ. ഇന്ന് അത് ഇല്ലാതെയായി എന്നുള്ളതാണ് അവിടെ കണ്ടത്. അടുത്തത് 34 എടുത്തതാണ്. 34 പറഞ്ഞത് ബ്രാഹ്മണീയ സംസ്കാരത്തിന്റെ അധപ്പതന അവേഗിയായ ബ്രാഹ്മണകുമാരിൽ നിന്നും തുടക്കം കുറിച്ചെന്ന് പറഞ്ഞു. യജമാനാൽ പരിപോഷിക്കപ്പെടുന്നുവെങ്കിൽ തന്നെയും നായയെ ഒരിക്കലും ഭവനത്തിനോ മുറിക്കകത്തോ ഇപ്പൊ ഇന്നത്തെ കാര്യം അല്ല എന്ന് നമുക്കറിയാം. ഇന്ന് എല്ലാ വീട്ടിലും നായ, മിക്കവാറും വീടുകളിലൊക്കെയും എന്ത് ചെയ്യുന്നു, ഗൃഹസ്ഥനോടോ ആ വീട്ടിലെ കുട്ടികളോടോ ഒപ്പം വീട്ടിൽ തന്നെ കിടക്കുന്നതായി നമുക്ക് കാണാം. അപ്പൊ ഇന്ന് അത് ഒരു ഫാഷനായി വന്നിട്ടുണ്ട്, നമ്മളോടൊപ്പം ഒരു നായ ഉണ്ടാകുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ പ്രഭാതര് പറഞ്ഞിരിക്കുന്ന അന്നത്തെ കാര്യമാണ്. എന്നു വെച്ചാൽ ഒരുപാട് മുമ്പൊന്നും അല്ല ഇതെന്ന് ഓർത്തോണം. നായയെ ഒരിക്കലും ഭവനത്തിനകത്തോ മുറിക്കകത്തോ കയറാൻ അനുവദിക്കുകയില്ല. അതുപോലെ ശൃംഗിയുടെ അഭിപ്രായത്തിൽ രാജാവിന് ശമീകർഷിയുടെ ആശ്രമത്തിൽ പ്രവേശിക്കാനുള്ള അവകാശമില്ല എന്നാണ് എക്സാമ്പിൾ വെച്ച് കമ്പയർ ചെയ്ത് പറയുകയാണ് ഇവിടെ. കാരണം ഒരു നായയെ നമ്മുടെ മുറിയിലേക്ക് കയറ്റുകയില്ല, അതിനെ വെളിയിൽ അതിന്റെ വാസസ്ഥാനം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് പണ്ടൊക്കെ. അപ്പൊ ഇന്ന് അങ്ങനെ അല്ല യഥാർത്ഥത്തില്. അപ്പൊ ഇവിടെ അതുപോലെ രാജാവിന് ശമീക ഋഷിയുടെ ആശ്രമത്തിൽ കയറാനുള്ള അവകാശം ഇല്ല എന്നാണ് ആര് പറഞ്ഞു ഒപ്പിച്ചത്? ശൃംഗി പറഞ്ഞത്. അപ്പം അദ്ദേഹം പറയുന്നത് എന്റെ പിതാവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ നമുക്ക് അതാണ് നമ്മൾ പല കാര്യങ്ങളും സസൂക്ഷ്മം പരിശോധിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം മൗനമായി ധ്യാനിച്ചുകൊണ്ടിരുന്ന പിതാവിനെ ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ അതിന് ഇതുപോലെ തന്നെ സംഭവങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. അപ്പം ഒരു ഗജേന്ദ്രന്റെ അധപ്പതനത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഓരോ ഇതും നമ്മൾ കണ്ടു. അങ്ങനെ അതിനുശേഷം അടുത്തത് 35-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. കൃഷ്ണേ ഗതേ ഭഗവതി ശാസ്തരുത്പഥഗാമിനാം തത്പിന്ന സേതുനത്യാഹം ശാസ്മീ പശ്യതമീ ബലം. കൃഷ്ണേ ഗതേ ഭഗവതി ശാസ്തരുത്പഥഗാമിനാം തത്പിന്ന സേതുനത്യാഹം ശാസ്മീ പശ്യതമീ ബലം. കൃഷ്ണേ ഗതേ ഭഗവതി, കൃഷ്ണേ ശ്രീകൃഷ്ണ ഭഗവാൻ, ഗതേ ഭഗവതി ഈ ലോകത്തിൽ നിന്ന് യാത്രയായതിനു ശേഷം ആ പരമദിവ്യോത്തമ പുരുഷനായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകത്തിൽ നിന്നും യാത്രയായതിനു ശേഷം, അതാണ് കൃഷ്ണേ ഗതേ ഭഗവതി. ശാസ്തരുത്പഥഗാമിനാം, ശാസ്തരി പരമഭരണാധികാരി, ഉത്പഥഗാമിനാം അതിനെ ലംഘിക്കുന്നവരെ, തത്ഭിന്ന സേതുനത്യാഹം
തത്പിന്ന വെച്ചാൽ വേർപെടുത്തുക, സേതുൻ സംരക്ഷകൻ, അദ്യ ഇന്ന്, അഹം ഞാൻ, പിന്നെ ശാസ്മി, ശാസ്മി എന്ന് പറഞ്ഞാല് ശിക്ഷിക്കും, തീർച്ചയായും ശിക്ഷിക്കും. പശ്യതമേ ബലം, എന്റെ ബലം കണ്ടാലും. അപ്പം അഹങ്കാരിയായി മാറുകയാണ് ശൃംഗി അവിടെ ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലേക്ക് അഹന്ത വരുമ്പോഴത്തേക്ക് നമ്മൾ എന്നെ കൊണ്ട് അതിന് കഴിയും, ഇതിന് കഴിയും, ഞാൻ അത് ചെയ്യും, അവനെ ഞാൻ ശരിപ്പെടുത്തും. നമ്മൾ സാധാരണ ഭാഷയിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാക്കുകൾ, അവൻ എന്നോടാണോ ഇത് പറഞ്ഞത്, ഞാൻ അവനെ ശരിയാക്കും, ഈ രീതിയിലുള്ള സംസാരം പോലെ ഒരു താഴ്ന്ന രീതിയിലേക്ക് ശൃംഗി അങ്ങ് അധപ്പതിക്കുകയാണ് ചെയ്തത്. എങ്ങനെ? അപ്പൊ ഇന്ന് പറയുകയാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ, പരമദിവ്യോത്തമകൃഷ്ണനായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകത്തിൽ നിന്നും യാത്രയായതിനു ശേഷം ഇവിടെ അഹങ്കാരം വർദ്ധിച്ചിരിക്കുന്നു. പരമഭരണാധികാരിയായിട്ട് ഇവിടെ ആരുമില്ലാതെ വന്നിരിക്കുന്നു. അപ്പൊ നിയമം ലംഘിക്കുന്നവരെ അതിന് സംരക്ഷകർ ആരുമില്ല, അതിനെ ശിക്ഷിക്കുന്നതിന് സംരക്ഷകർ ഇന്നില്ലാതായിരിക്കുന്നു. ഇന്ന് എന്റെ ശക്തി നോക്കൂ, എന്റെ ശാസ്മി പശ്യതമേ ബലം, എന്റെ ബലം കണ്ടാൽ നിങ്ങൾ എന്റെ ബലം ഇപ്പൊ കാണൂ എന്നാണ് പറയുന്നത്. ഞാൻ സ്വയം ശിക്ഷിക്കും. ഭഗവാൻ പോയി. അപ്പൊ ഭഗവാനോട് തുല്യമായിട്ട് ആ അഹന്ത ശൃംഗിയിൽ വളർന്നു കഴിഞ്ഞു എന്ന് നമ്മൾ ഇവിടെ കാണുകയാണ്. അപ്പം ഭഗവാൻ ഇവിടെ നിന്ന് പോയി, അതോടുകൂടി ഇവിടെ ശിക്ഷിക്കാൻ ആളില്ലാതായിരിക്കുന്നു. നിങ്ങളിപ്പൊ നോക്കിക്കൂ, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ അവനെ ശിക്ഷിച്ചിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണേ ഗതി ഭഗവതി ശാസ്തരുത്പദഗാമിനാൻ തസ്മിന്ന സേതുനദ്യാഹം ശാസ്മി പശ്യതമേ ബലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മാതാജിയുടെ പുസ്തകത്തിൽ ഗതി എന്നാണോ കൃഷ്ണേ ഗതേ എന്നാണ് കറക്റ്റ് കേട്ടോ. കൃഷ്ണേ ഗതേ ഭഗവതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമഃ. കൃഷ്ണേ ഗതേ ഭഗവതി സത്യരുത്പദഗാമിനാം തദ്ഭിന്ന സേതുനത്യാഹം സസ്മി പശ്യതമേ ബലം. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം. പരമദിവ്യോത്തമ വിഷ്ണുവും ഏവരുടെയും പരമാധികാരിയുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിയോഗത്തിന് ശേഷം ഇത്തരത്തിലുള്ള ഉദയങ്ങൾ സമൃദ്ധമായി കൊണ്ടിരിക്കുന്നു. നമ്മുടെ സംരക്ഷകനായ ശ്രീകൃഷ്ണ ഭഗവാൻ വിടവാങ്ങിയതിനാൽ ഞാൻ സ്വയം ഈ കാര്യം അവരെ ശിക്ഷിക്കും. എന്റെ ശക്തികൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിച്ചാലും. അപ്പൊ എത്രമാത്രം അഹന്തയാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പം ബ്രാഹ്മണകുമാരൻ എല്ലാ അറിവും ആര് കൊടുത്തിട്ടുണ്ട്? അച്ഛൻ കൊടുത്തിട്ടുണ്ട്. വളരെ വളരെ ഉന്നതനായ ഒരു ബ്രാഹ്മണനായിട്ട് വളർത്തിയെടുത്തു. കാരണം അപ്പൊ അങ്ങനെ വളർത്തിയെടുത്തെങ്കിലും എന്തുണ്ടായിരുന്നില്ല? ആ ഒരു എളിമ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മളിവിടെ കാണുന്നു. അനുഭവജ്ഞാനം ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഈ കുട്ടികളോടൊത്ത് ചുമ്മാതെ കാട്ടിൽ ഇങ്ങനെ കളിച്ചു നടക്കുന്ന ഒരു സ്വഭാവം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ബ്രാഹ്മണ തേജസ് ഉണ്ട് എന്നുള്ള അഹങ്കാരം കൊണ്ട്, അത് അഹങ്കാരം വരാൻ കാരണം എന്തായിരുന്നു? കലിയുടെ മായിക പ്രഭാവം കൊണ്ട്. കലിക്ക് എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറാൻ ഒരവസരം ശ്രദ്ധിച്ചിരുന്ന കലിക്ക് ഏതെങ്കിലും ഒരു അവസരം തുറന്നു കിട്ടാൻ വേണ്ടി, കാരണം 4 1 5 സ്ഥലങ്ങൾ കൊടുത്തെങ്കിലും കലിക്ക് ശരിക്കും ഈ ഒരു യുഗത്തെ തന്റെ കൈപ്പിടിയിലാക്കാൻ കഴിഞ്ഞില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ പോയി കഴിഞ്ഞപ്പോഴേ ഈ യുഗത്തെ, അഥവാ ഈ യുഗത്തിലുള്ള ജനങ്ങളെ തന്റെ കൈപ്പിടിക്കുള്ളിൽ ഒതുക്കാനുള്ള ശ്രമമായിരുന്നു നമ്മളവിടെ കാണുന്നത്. അപ്പൊ അത് നടക്കാത്തത് കൊണ്ട് കലി ഇങ്ങനെ ഓരോ അവസരത്തിലും ഇങ്ങനെ ഓരോന്നും പ്രതീക്ഷിച്ച് നടക്കുകയായിരുന്നു, അല്ലെ? അപ്പം നമ്മളെ അതിന് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. എന്താണ്? ആ ഒരു നളമഹാരാജാവ് സന്ധ്യാവന്ദനം ചെയ്യാന് കാലും കയ്യും കഴുകാതെ ഓർക്കാതെ ധൃതിയിൽ വന്ന് സന്ധ്യാവന്ദനം ചെയ്തു പോയി. അപ്പൊ ആ സന്ധ്യാവന്ദനം ചെയ്ത അവസരത്തിൽ തന്നെ കലിക്ക് അവിടെ നളനിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. വളരെ ഭാഗവതത്തിൽ പറയുന്ന കഥയാണ്. എത്രയോ മഹാനായ രാജാവായിരുന്നു. അപ്പൊ നളനും ദമയന്തിയും വളരെ ഉന്നതമായിട്ട് ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. പക്ഷേ ഒരു നിസ്സാരമായ തെറ്റ്, അതാണ് കലി എവിടെയും നോക്കിയിരിക്കുകയാണ്. ഒരു നിസ്സാരമായ തെറ്റ് കാരണം പെട്ടെന്ന് ആ കലി ആവേശിക്കുകയും പിന്നെ അവർക്കുണ്ടായ അധപ്പതനം സർവ്വതും നശിച്ച് എല്ലാം ഇല്ലാതെയായി. രാജപദവിയും പോയി, രാജ്യവും പോയി, ജനങ്ങളും പോയി, ആരും സഹായത്തിനില്ലാതെയായി. അധപ്പതിച്ച് ഭാര്യയും ഭർത്താവും വേർപെട്ടു. അങ്ങനെ ഒരേ ഇതിൽ ജീവിച്ച് അവിടെയും ഇവിടെയുമായി കഷ്ടപ്പെട്ട് ജീവിച്ച കഥ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെയും കാണുന്നു. ഇവിടെയും
കലി മായിക പ്രഭാവം കൊണ്ട്, കലിയുടെ മായിക പ്രഭാവം കൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ബ്രാഹ്മണകുമാരൻ ഈ രീതിയിൽ അങ്ങ് അധപ്പതിക്കുന്നതായി നമ്മൾ കാണുന്നു. അപ്പൊ ആ ഒരു 4 ഇടങ്ങളിൽ വസിക്കാനുള്ള ഇതൊക്കെ മഹാരാജ് കൊടുത്തു. മഹാരാജാവിനെ തോൽപ്പിക്കാൻ കലിക്ക് കഴിയാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് ആ ഒരു ഏത് രീതിയിലും നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത്. അപ്പം മഹാരാജാവിന്റെ സദ്ഭരണം എത്ര ആയിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കണം. കാരണം കലിയുഗത്തിന്റെ അധിപതിയെ കടത്താതെ ജനങ്ങളെ രക്ഷിച്ചു. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പം അങ്ങനെ ഭഗവതേച്ഛയാൽ അനുഭവജ്ഞാനമില്ലാത്ത അവിവേകിയായ ബ്രാഹ്മണകുമാരൻ അദ്ദേഹത്തിന്റെ അഹങ്കാര ഗർഭിൽ അദ്ദേഹം തനിക്ക് നുടഞ്ഞു കയറാനുള്ള ഒരു ചെറിയ സുഷിരം കണ്ടെത്തുകയാണ് ചെയ്തത്. അപ്പം ആ ഒരു ബ്രാഹ്മണകുമാരനിൽ കൂടി കലി എല്ലാവരെയും ബാധിക്കാൻ തുടങ്ങി എന്നുള്ളത്. അപ്പം തന്റെ ശക്തി അധികാര നശീകരണത്തിനായി വെളിവാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു. കാരണം നല്ല ശക്തിയുള്ള ബ്രാഹ്മണന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു തന്നാണ്. പഠന ജനയാനന പ്രതിഗ്രഹ അതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതിൽ അത്രമാത്രം കഴിവുള്ള ആ ബ്രാഹ്മണനാണ് ഇവിടെ അധപ്പതിക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പം അധികാര നശീകരണത്തിനായി തന്റെ ശക്തിയെ പ്രയോഗിക്കുകയും പരീക്ഷിത് മഹാരാജാവിനെ പോലെ ഒരു പ്രധാന വ്യക്തിയോട് അക്രമം കാണിക്കാൻ തയ്യാറാവുകയും ചെയ്തു എന്ന് നമ്മൾ കണ്ടു. ഇതെല്ലാം കലിയുഗത്തിന്റെ സ്വാധീന പ്രഭാവമാണ്. നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കലിയുഗമാണ്, ഏറ്റവും നല്ലതാണ് നമുക്ക് എന്നുള്ളത്. ഇതിപ്പം നമ്മൾ വൈശാഖ മാസം, അടുത്തത് ഇനിയും വരുന്ന പുരുഷോത്തമ മാസം വരികയാണ്. നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മാസം ഇനി ഉടനെ എന്നെത്തുകയാണ് നമ്മുടെ മുമ്പിലേക്ക്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത്രമാത്രം നല്ലതായി മാറ്റണം. ഈ 2 മാസങ്ങളിൽ കൂടി നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് അടുപ്പിക്കാനുള്ള ആ ഒരു ശ്രമം നമ്മൾ നടത്തണം. അങ്ങനെ നമുക്ക് കലിയുഗത്തിന്റെ ആ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് വഴുതി പോകാൻ ആ ഭഗവാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാൻ ഒരു നാമമാത്രമായി ശക്തിയുള്ള ഒരാക്രമി ഭഗവാന്റെ അവതാരമായി തീരാൻ ആഗ്രഹിക്കുന്നു. ഭൂമുഖത്ത് നിന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അപ്രത്യക്ഷനായതിനു ശേഷം ഇവിടെ ഇങ്ങനെ ഭഗവത് അവതാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇതായിട്ടാണ് ആ കുട്ടി രാജാവിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഒരു കലിസത്വത്തിന്, ഈ ബ്രാഹ്മണപുത്രനായ ശൃംഗിമുഖേന ആധിപത്യത്തിനെ അഥവാ മേധാവിത്വത്തിന് അവസരം ലഭിച്ചു. നമ്മളെപ്പോഴും കലിസത്വത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കേണ്ടത് എങ്ങനെയാണ്. അപ്പം ഓരോരുത്തരും യഥാർത്ഥത്തിൽ ബ്രാഹ്മണന് എത്രമാത്രം പ്രാഗൽഭ്യമുണ്ട് എന്നുള്ളത് നമുക്ക് നമ്മുടെ എക്സാമ്പിൾ നിന്നറിയാം. നമ്മുടെ ഇവിടെ കേരളം എന്ന് പറയുന്ന മലയാള രാജ്യം ഉണ്ടാക്കിയിട്ട് ഈ രാജ്യത്തെ ആരെയാണ് പരശുരാമൻ ഏൽപ്പിച്ചു കൊടുത്തത്? ആർക്കാണ് കൊടുത്തത്? ഈ മഴുവെറിഞ്ഞ് കിട്ടിയ കേരളം എന്നൊക്കെ നമ്മൾ പറയും. എങ്ങനെയോ ആകട്ടെ, ബ്രാഹ്മണരെയാണ് രാജ്യം ഭരിക്കാൻ ഏൽപ്പിച്ചത്. ബ്രാഹ്മണരാണ് അത് ഭരിച്ചുകൊള്ളാൻ എന്ന് പറഞ്ഞ് ക്ഷത്രിയർക്ക് നൽകുന്നത്. അപ്പം ബ്രാഹ്മണന്റെ ആ കർത്തവ്യം എങ്ങനെ അത് നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള അധികാരം ബ്രാഹ്മണന്റെ കയ്യിലാണ് ഉള്ളത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പം ബ്രാഹ്മണർക്ക് നൽകി. അങ്ങനെ ഒരു രാജാവ് ഒന്ന് പരീക്ഷിച്ചു നോക്കി, അതുകൊണ്ട് ചില മാറ്റങ്ങൾ ഇവിടെ വരികയും ചെയ്തു എന്ന് നമുക്കറിയാം. അപ്പം പിന്നെ ആ ബ്രാഹ്മണന്റെ ആധിപത്യത്തിൽ പലയിടത്തും നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ബേനന്റെയും പൃഥു മഹാരാജാവിന്റെയും ഒക്കെ കഥ കേട്ടിട്ടുണ്ട്. ബേനൻ വളരെ വളരെ മോശമായ, വളരെ അധപ്പതിച്ച റൂളറായിരുന്നു. അങ്ങനെ രാജ്യത്തെ നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ സഹിക്കാൻ വയ്യാതെ ബ്രാഹ്മണരെ എത്ര ഉപദേശിച്ചിട്ട്, ഏതെല്ലാം രീതിയിൽ ഉപദേശിച്ചിട്ടും യാതൊരു മാറ്റവും ബേനന് വന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? ആ ബ്രാഹ്മണര് തന്നെ എന്ത് ചെയ്തു? മന്ത്രവിധിയാൽ ബേനനെ ഇല്ലാതെയാക്കി, മരിച്ചു. ബേനനെ കൊന്നു എന്ന് തന്നെ പറയാം. മന്ത്രവിധി കൊണ്ട് അക്കാലത്തെ ബ്രാഹ്മണർക്ക് ഇതൊക്കെ കഴിയുമായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പൊ അങ്ങനെ ബ്രാഹ്മണര് വേനനെ കൊല്ലുകയും, വേനന്റെ അമ്മയും വളരെ മോശമായ സ്ത്രീയായിരുന്നു, സുനീത. അവരെന്ത് ചെയ്തു? ഈ ശരീരം സൂക്ഷിച്ചെന്ന് വെച്ചിരുന്നു. വേറെ രാജാവില്ല, മക്കളുമില്ല, ഒന്നുമില്ലാത്ത ഒരവസരമായി. അപ്പോഴെന്ത് ചെയ്തു? ബ്രാഹ്മണരെ കാര്യങ്ങൾ നോക്കിയെങ്കിലും ഭരണകാര്യം ഇല്ലാത്ത ഒരു രാജ്യത്ത്, ഭരിക്കാൻ ആളില്ലാത്ത ഒരു രാജ്യത്ത് എന്താ ഉണ്ടാകും? അക്രമവും
ഒരുപാട് മോശമായ അവസ്ഥകളും ഉണ്ടായി. അപ്പൊ എല്ലാരും രാജാവാൻ തുടങ്ങി. ഇപ്പൊ ഇവിടെ ശൃംഗി പറഞ്ഞത് അങ്ങനെയാണ് അല്ലെ. തിരുവോത്തമ പുരുഷനായ ഭഗവാൻ ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് ഇവിടെ കാണുന്ന എന്ത് പറയും നമ്മളെ ആക്രികളൊക്കെ കൂടെ ചേർന്ന് ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ രീതിയിലാണ് പരീക്ഷത്ത് മഹാരാജാവിനെ ആ കുട്ടി കണ്ടത്. അപ്പൊ അതുപോലെ അവിടെയും വേനൻ മരിച്ചു കഴിഞ്ഞു. വേനൻ വെറുതെ രാജാവെന്നേ ഉള്ളൂ, രാജ്യത്തെ കൊള്ളയടിക്കുന്ന ആളായിരുന്നെങ്കിലും ഒരാളല്ലേ കൊള്ളയടിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ബാക്കി ആ രാജ്യത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെയും തങ്ങൾ ഭരണക്കാരായിട്ട് മാറാൻ തുടങ്ങി. അതും ഇതും നമ്മളിപ്പോ ഇന്ന് സമൂഹത്തിൽ കാണുന്നത് പോലെ ഒരു മുഖ്യമായിട്ടുള്ള ഒരാളെ എന്തെങ്കിലും തെറ്റ് ചെയ്യും, കൂടെ ബാക്കിയുള്ളവരെല്ലാം അതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി കൂടുന്നത് പോലെ അവിടെ എല്ലാവരും അങ്ങോട്ട് തെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ബ്രാഹ്മണർക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ബ്രാഹ്മണന്റെ സ്ഥാനം എവിടെയാണെന്ന് നോക്കണം. അപ്പം ബ്രാഹ്മണർ എന്ത് ചെയ്തു, ഇനി ഒരു ഭരണാധികാരിയെ കണ്ടെത്താനായിട്ട് അപ്പൊ അവര് നോക്കിയപ്പോ എന്തുണ്ടായി, വേനന്റെ ശരീരം ഇരിപ്പുണ്ട്. വേനന്റെ ശരീരത്തെ കടഞ്ഞെടുത്തിട്ട് ഓരോ ഭാവങ്ങളായിട്ട് കടഞ്ഞെടുക്കുകയും അങ്ങനെ ആദ്യം അത് ഓരോരുത്തരായിട്ട് ഉണ്ടാകുന്നുണ്ട്. പല സമൂഹത്തിലെ എന്താണ് ഏറ്റവും മോശമായ കാര്യങ്ങളായിട്ടുണ്ടായി. അതോടെയെങ്കിലും കഥ ഒരുപാട് വലുതാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും അവസാനം പൃഥു മഹാരാജ വരുന്നു. ഭഗവാൻ തന്നെ പൃഥു മഹാരാജാവായിട്ട് വന്നിട്ട് ഭരണം നടത്തി ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തെ ഇതേ രീതിയിലാക്കിയത്, മനുഷ്യവാസ യോഗ്യമാക്കി മാറ്റുകയും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും പ്രപഞ്ചത്തിൽ ഏർപ്പെടുത്തുകയും പൃഥു മഹാരാജാവാണ്. അദ്ദേഹം ഭഗവാന്റെ അവതാരമായിരുന്നു പൃഥു മഹാരാജാവ്. അപ്പൊ അതൊക്കെ ഭാഗവത്തിലുള്ള കഥകൾ തന്നെയാണ്. അപ്പൊ അതുപോലെ ഇവിടെ ആ ഓരോ രീതിയിൽ ഇവിടെയും സംഭവിച്ചിരിക്കുന്ന ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഈ കുട്ടി പറയുന്നു അതുപോലെ മോശം സംഭവമാണ് രാജാവ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ശൃംഗി മുഖേന ആധിപത്യത്തിന് ഒരു കലിയുഗാധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് നമ്മളിവിടെ കണ്ടു. അതാണ്. അപ്പം ഭഗവാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടായ കാര്യങ്ങളെ കുറിച്ചാണ് അത് ഉദ്ദേശിച്ചത്. സർവഭൂതേഷു യപ്പശ്യേത് ഭഗവത്പാദമാത്മനഃ ഭൂതാനി ഭഗവത്യാത്മനി ഏഷ ഭാഗവതോത്തമ. അതുപോലെയുള്ള ഒരു ആളായിരുന്നു പരീക്ഷിത് മഹാരാജാവ് അല്ലെ. അപ്പം എങ്ങോട്ട് നോക്കിയാലും ഭഗവത് പാദം കാണുന്നതും ആ ഭഗവത് പാദം കാണുന്നത് പോലെ ജനങ്ങളെ ഭരിച്ചിരുന്ന, അതാണ് സർവഭൂതേഷു യപ്പശ്യേത് ഭഗവത് പാദമാത്മനഃ. അങ്ങനെ കണ്ടു ഭരിച്ചിരുന്ന ഒരു വ്യക്തിയെയാണ് ഈ കുട്ടി ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇതേ രീതിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ എവിടെയും സംഭവിക്കേണ്ടത് വളരെ സസൂക്ഷ്മം ചെയ്തിട്ടില്ല എങ്കിൽ ഇതിപ്പോ നമുക്ക് പറയാം, ഇതെന്റെ ഭഗവാൻ അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള അവസരമായി, അതുകൊണ്ട് അതിനുള്ള ഒരു വേദി ഒരുക്കി, അല്ലെങ്കിൽ നമുക്ക് ഭാഗവതം തരേണ്ട അവസരമായി, അതിനുവേണ്ടി ഒരു വേദി ഒരുക്കി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെന്ന് കാണിക്കുന്ന ഒരിതാണ് ഈ കഥ എന്നും കൂടി നമ്മൾ ഓർക്കേണ്ടത്. ഹരേ കൃഷ്ണ. നമ്മൾ അടുത്ത ശ്ലോകം 36. ഇത്യുക്ത്വാരോഷതാം രാക്ഷോ വയസ്യാനി ഋഷിബാലകഃ കൗശിക്യാപൗപസ്പൃശ്യ വജ്രം വിസസർജഃ. ഇത്യുക്ത്വാരോഷതാം രാക്ഷോ വയസ്യാനി ഋഷിബാലകഃ കൗശിക്യാപൗപസ്പൃശ്യ വജ്രം വിസസർജഃ. ഇതി ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞിട്ട്, രോഷതാമ്രാക്ഷനായിട്ട്, കോപത്താൽ ചുവന്ന നേത്രങ്ങളോടുകൂടി രോഷതാമ്രാക്ഷനായിട്ട്, വയസ്യാനി ഋഷിബാലകഃ, ആരാണ് കൂട്ടി നിൽക്കുന്ന സഹകളിക്കാരോടെ, ഋഷിബാലകന്മാരോടെ ആ ഋഷിപുത്രൻ, മഹാനായ ഋഷിയുടെ പുത്രൻ ഇനി അദ്ദേഹം എന്താ ചെയ്തത്, കൗശിക്യാവ ഉപസ്പൃശ്യ, നമ്മൾ എന്തെങ്കിലും ശപിക്കാൻ പോകുമ്പോഴോ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ജലം എടുത്ത് കയ്യിൽ കുടയും ശരീരത്തിലും കുടയും അല്ലെ, അതുപോലെ അദ്ദേഹം എന്ത് ചെയ്തു, കൗശികി നദിയിലെ ജലം സ്പർശിച്ചതിന് ശേഷം കൗശിക്യാവ, ആപന്ന് വെച്ച ജലം, കൗശികി നദി, കൗശികി പ്ലസ് ആപ, അതാണ് കൗശിക്യാപ, കൗശികിയിലെ ജലം ഉപസ്പൃശ്യ, സ്പർശിച്ച ശേഷം വജ്രം എന്ന് വെച്ചാൽ വാക്കുകളാകുന്ന വജ്രം, അശനിപാതം, വാക്കുകൾ കഠിനമാകുമ്പോൾ അത് വജ്രം പോലെ കഠിനമാകും അല്ലേ, അശനിപാതം വിസസർജ, പുറപ്പെടുവിച്ചു. ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയാൻ. വിവർത്തനം, കോപത്താൽ രക്തവർണിതമായ നേത്രങ്ങളോടെ
കൗശിക നദിയിലെ ജലത്തെ സ്പർശിച്ചുകൊണ്ട് തന്റെ കളിക്കൂട്ടുകാരെ സാക്ഷിയാക്കി ആ ഋഷിപുത്രൻ ഇപ്രകാരം ശപിച്ചു. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 36. ഇത്യുക്താരോഷധാമസോ വയസ്സാനുഷി ബാലക കൗശിക്യാവ ഉപസ്പൃശ്യ വാഗ്വജ്രം വിസസർജഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പം ഒരാളോട് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം ഗുരുഭ്യോ നമോ. നമോ ഭഗവതേ വാസുദേവായ. ഇത്യുക്താരോഷധാമ്രാക്ഷോ വയസ്യാനുഷി ബാലകഃ കൗശിക്യാവ ഉപസ്പൃശ്യ വാഗ്വജ്രം വിസസർജഃ. താങ്ക് യു ഹരേ മാതാജി. കൃഷ്ണ. താങ്ക് യു. അപ്പൊ ഇതിലെ അദ്ദേഹത്തിന്റെ ദേഷ്യം വന്നപ്പോഴത്തേക്ക് കണ്ണുകളൊക്കെ അങ്ങ് ചുമന്നു. അതുപോലെ തന്നെ ശരീരത്തെ ശുദ്ധിയാക്കുന്നതിനായി ജലം സ്പർശിച്ചു. സാക്ഷിയായിട്ട് കളിക്കൂട്ടുകാർ, നിങ്ങൾ നോക്കിക്കോ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, കൃഷ്ണൻ പോയതിന് പകരം ഞാനിതാ പെരുമാറാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ശാപം കൊടുത്തു. പരീക്ഷിത് മഹാരാജാവ് ശപിക്കപ്പെടാനുണ്ടായ സാഹചര്യം ഇതൊരു ബാലിശമായി മാറുന്നു. നിഷ്കളങ്കരും വിവേകമില്ലാത്തവരുമായ തന്റെ കളിക്കൂട്ടുകാർക്ക് മധ്യേ ശൃംഗി തന്റെ ധാർഷ്ട്യം പുറപ്പെടുവിക്കുകയാണെന്ന് നമ്മളിവിടെ കാണുകയാണ്. ബ്രാഹ്മണീയ ശക്തി എത്രമാത്രം പ്രബലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഒരു ബ്രാഹ്മണന്റെ ശക്തി ഇവിടെ പ്രകടമാക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും ബ്രാഹ്മണർക്കും ഗോക്കൾക്കും ബ്രാഹ്മണ ഹിതായച്ച, ഏത് സമയത്തും ബ്രാഹ്മണരെയും ഗോക്കളെയും ഏറ്റവും ഉന്നതമായിട്ട് ഭഗവാൻ പോലും കണ്ടിരുന്നു എന്ന് നമുക്ക് എപ്പോഴും അറിയാം. നമ്മള് നിവേദ്യം കൊടുക്കുമ്പോൾ നമ്മൾ പറയുകയും ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ മാനവ സമൂഹത്തിന് മഹാഹാനി വരുത്തുന്ന മഹാവിപത്തിൽ അപ്പൊ ഒരു വ്യക്തിയും, അങ്ങനെയുള്ള വിവേകമുള്ള ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്, അല്ലെ? അതാണ് സംഘത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. സംഘത്തിന്റെ കൂടെ ഉള്ള കുട്ടികൾ അറിവില്ലാത്തവരായിപ്പോയി. അറിവുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യരുതേ എന്ന് അവനെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു എന്ന് നമ്മൾ പറയും, അല്ലെ? ഭരത മഹാരാജാവിന് സംഘത്തിൽ നിന്ന് മാറി സർവ്വതിനെയും ത്യജിച്ചിട്ട് നല്ല ഏറ്റവും നല്ല മനോഹരമായ രാജ്യം, ഏറ്റവും ഉന്നതമായ രാജ്യം. അപ്പം ആ ഭാരതം എന്ന് പേര് തന്നെ വന്നത് ഭരത മഹാരാജാവിൽ നിന്നാണ്. അദ്ദേഹം ആ സംഘത്തിൽ നിന്ന് വിട്ടിട്ട് സർവ്വതും ഉപേക്ഷിച്ചു. ഇനി എനിക്ക് ഭഗവാൻ മാത്രം മതി എന്ന രീതിയിൽ സർവ്വതിനെ ഉപേക്ഷിച്ചിട്ട് തന്റെ സുന്ദരിമായ ഭാര്യമാരെയും മക്കളെയും രാജ്യത്തെയും തന്റെ പ്രബലമായ കോർട്ടിനെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം പോയി ഒറ്റയ്ക്കിരുന്നു. അപ്പൊ അവിടെ സംഘമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിനൊരു മാനിനോട് ആവേശം ഉണ്ടായി. അപ്പൊ ഒരു സംഘം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വന്നത് എന്തിനാണ്, നമ്മുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ മനസ്സിലാക്കി കൊടുക്കാനിട്ടല്ല, ഓർമ്മിപ്പിക്കാൻ കഴിയുമായിരുന്നു. അവിടെ അതും സംഭവിക്കാൻ കാരണം സംഘത്തിന്റെ കുറവാണ്. ഇവിടെയും ഈ സംഘത്തിന്റെ കുറവ് കൊണ്ട് ഈ കൂട്ടുകാരെ ശൃംഗിയെ ഇങ്ങനെ ചെയ്യരുത്, ഇത് ആലോചിച്ചിട്ട് പെരുമാറിയാൽ മതി എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ ഒരു കൂട്ടുകാരനോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. മാനവ സമൂഹത്തിന് മഹാഹാനി വരുത്തുന്ന മഹാവിപത്ത് അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ വിവേകമുള്ള ഏതൊരു വ്യക്തിയും അവനെ പിന്തിരിപ്പിക്കുമായിരുന്നു. അതില്ലാതെ പോയി. അങ്ങനെ പരീക്ഷിതിനെ പോലൊരു മഹാനായ മഹാരാജാവിനെ വധിക്കുന്നത് സ്വായത്തമാക്കിയ ബ്രാഹ്മണീയ ശക്തിയുടെ പ്രദർശനം മാത്രമായി മാറി. അങ്ങനെ അവിവേകിയായ ഋഷിപുത്രൻ മഹാ അപരാധം ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ കണ്ണിൽ അതങ്ങനെ. പക്ഷെ കഥകൾ പിന്നെ പറയാം, ഭഗവാന്റെ ഇച്ഛ എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ അപരാധം ആ കുട്ടി ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത്രമാത്രം ആരാണ് രാജാവ് എന്നുള്ളതും അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളതും ഒന്നും ചിന്തിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ ശനീക മഹർഷി എത്രയോ വലിയ ഒരു ഋഷിയായിരുന്നു. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം റെസ്ട്രെയിൻ ചെയ്തിട്ട് സ്റ്റേറ്റ്സ് ഓഫ് എക്സിസ്റ്റൻസിനെ എല്ലാം കടന്നിട്ട്, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി ഇതിനെല്ലാം കടന്നിട്ട് ഭഗവാനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്. അതെല്ലാം മകനും പകർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം മകനും അറിയാം. പക്ഷേ എന്നിട്ടും ബ്രാഹ്മണിക്കൽ പവർ ഉണ്ടെന്നുള്ള ആ അഹന്ത കൊണ്ട് അവൻ എന്ത് സംഭവിച്ചു, ആ ഒരു കലിയുടെ സ്വാധീനത്തെ അവിടേക്ക് കയറ്റിവിടാൻ കഴിഞ്ഞു. ഹരേ കൃഷ്ണ. പിന്നെ 37ാമത്തെ ശ്ലോകം.
ഇതി ലംഘിതമര്യാദം തക്ഷക സപ്തമേഹനി ദംശതി സ്മ കുലാങ്കാരം ചോദിതോ മേ തതദ്രുഹം. ഇതി ലംഘിതമര്യാദം തക്ഷക സപ്തമേഹനി ദംശതി സ്മ കുലാങ്കാരം ചോദിതോ മേ തതദ്രുഹം. ഇതി ലംഘിതമര്യാദം, ഇപ്രകാരം മര്യാദയെ ലംഘിച്ചുകൊണ്ട്, സഭ്യതയെ മറച്ചു വെച്ചുകൊണ്ട്, സഭ്യത ഇല്ലാത്തവനല്ല പക്ഷെ അതിനെ മറച്ചു വെച്ചുകൊണ്ട്, ലംഘിത മര്യാദം തക്ഷക സപ്തമേഹനി, തക്ഷക സപ്തമേ അഹനി, അഹനി അവിടെ ആയുണ്ട് പക്ഷെ പറയുമ്പോ സപ്തമേഹനി എന്ന് പറഞ്ഞാൽ മതി. കാരണം എ പ്ലസ് ആയാണ് അവിടെ വരുന്നത്. സപ്തമേഹനി ദംശതി സ്മ കുലാങ്കാരം, ദംശതി ദംശിക്കും, സ്മാ നിശ്ചയമായും, കുലാങ്കാരം കുലത്തിലെ നീചനെ ചോദിത ചെയ്യുകയാൽ, മേ എന്റെ, തഥദ്ഗ്രഹം പിതാവിനോട് പിതാവിനോടുള്ള ശത്രുത മനോഭാവത്തെയാണ് ദ്രുഹം, തഥദ്രുഹം. അപ്പൊ താതനോട് കാണിച്ച ആ ദ്രുഹം, അതാണ് തഥദ്രുഹം എന്ന് പറയുന്നത്. തഥദ്രുഹം പിതാവിനോട് ശത്രുത മനോഭാവം കാണിച്ചതുകൊണ്ട്. അപ്പം വിവർത്തനത്തിൽ ഋഷിപുത്രനായ ബ്രാഹ്മണകുമാരൻ രാജാവിനെ ഇപ്രകാരം ശപിച്ച് മര്യാദകൾ തച്ചുടച്ച് തന്റെ താതനെ അപമാനിച്ചതിനാൽ ഇന്നേക്ക് 7-ാം നാൾ ആ കുലത്തിലെ അത്യന്തം നീചനായ പരീക്ഷിത് മഹാരാജാവിനെ തക്ഷകൻ ദംശിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പം ബ്രാഹ്മണ രാജകുമാരൻ രാജാവിനെ ശപിച്ചത് ഈ രീതിയിലാണ്. അപ്പം രാജമര്യാദകളെല്ലാം ഇല്ലാതെയാക്കി എന്റെ താതനെ. കാരണം ഒരു രാജാവ് വന്ന് താതനെ നമസ്കരിക്കേണ്ടതാണ് അവിടെ. ആ നമസ്കാരത്തെ അവനറിയില്ല, രാജാവ് എന്താ ചെയ്തതെന്നറിയില്ല. കണ്ടത് വളരെ ഭയാനകമായിരുന്നു. അതവനെ വളരെയധികം കോപതാമ്രാക്ഷനാക്കി മാറ്റി. അങ്ങനെ ഏറ്റവും വലിയ ശാപം, ഒരു ബ്രാഹ്മണ ശാപം അവിടെ ഏറ്റെടുക്കുകയാണ്. നമുക്ക് ബ്രാഹ്മണരുടെ ശാപം കൊണ്ട് നമുക്ക് കാർത്തികവീര്യാർജുനന്റെ കഥയൊക്കെ അറിയാവുന്നതാണ് അല്ലേ? പരശുരാമൻ വധിക്കുന്നത്, ആ കഥകളൊക്കെ നമുക്ക് അറിയാവുന്ന ബ്രാഹ്മണ ശാപം. അപ്പൊ ആ ഒരു എന്തൊക്കെയായാലും ബ്രാഹ്മണ ശാപം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ, നമുക്ക് കുറെ കാര്യങ്ങൾ അങ്ങനെ അറിയാം. രാജാവ് തെറ്റ് ചെയ്തപ്പോൾ ശൃംഗി ശിക്ഷ നൽകി. അതുപോലെ ദുർവാസാവിന്റെ കഥയും നമുക്കറിയാം. ആ സമയത്തുണ്ടായ കാര്യങ്ങളും എല്ലാം നമ്മൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ബ്രാഹ്മണീയ അധികാരത്തിന്റെ അഥവാ ശക്തിയുടെ ദുർവിനിയോഗം ഇങ്ങനെ ആരംഭിക്കുകയാണ്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. കൃഷ്ണ മാതാജി വായിക്കട്ടെ. ഓം നമോ ഭഗവതി വാസുദേവായ. മര്യാദം ദശക സപ്തമേഹനി ദംശതി സ്മ കുലാങ്കാരം ചോദിതോ മേ തദദ്രുഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതി വാസുദേവായ. ഇതി ലംഘിത മര്യാദം ദശക സപ്തമേഹനി ദക്ഷിതം സ്മ കുലക്കാരം ചോദിതോ മേ തദ്രുഹം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതി വാസുദേവായ. ഇതി ലംഘിത മര്യാദം തക്ഷക സപ്തമോഹനി ദംശതി സ്മ കുലാങ്കാരം ചോദിതോ മേ തദദ്രുഹം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളെ ബ്രാഹ്മണരുടെ ശക്തി പലയിടത്തും അങ്ങനെ കണ്ടിട്ടുണ്ട്. കാർത്തികവീര്യാർജുനൻ എന്ന് പറയുന്നത് ഹൈഹയരുടെ രാജാവായിരുന്നു. ക്ഷത്രിയ ശ്രേഷ്ഠനുമായിരുന്നു കാർത്തികവീര്യാർജുനൻ. അദ്ദേഹം എന്ത് ചെയ്തു? വന്നിട്ട് പരശുരാമന്റെ പിതാവിനെ ഉപദ്രവിച്ചു. അപ്പം പിതാവിനെ ഉപദ്രവിച്ചു വധിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ അവിടെ അദ്ദേഹമാണെങ്കിലോ കാർത്തികവീര്യാർജുനൻ മോശക്കാരനായിരുന്നില്ല. ദത്താത്രേയൻ, ഭഗവാന്റെ അവതാരമാണല്ലോ ദത്താത്രേയൻ. ദത്താത്രേയനെ ആരാധിച്ചിട്ട് 1000 കരങ്ങൾ നേടിയ ആളായിരുന്നു. പക്ഷേ പരശുരാമൻ എന്ത് ചെയ്തു? തന്റെ അച്ഛനെ വധിച്ചതിന്റെ അർത്ഥം ഈസി ആയിട്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു പരശുരാമൻ. അപ്പം ബ്രാഹ്മണർക്ക് ആ രീതിയിലുള്ള പെരുമാറ്റം സാധ്യമാണ്. കാരണം അവർ അതേ രീതിയിലാണ് അവരുടെ ജീവിതത്തെ കേട്ടുകൊണ്ടത്. പക്ഷെ ഇവിടെ ലാസ്റ്റിൽ ഒരു തെറ്റ് പറ്റിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പരശുരാമന്റെ അച്ഛന്റെ പേരെന്തായിരുന്നു? ജമദഗ്നി. ജമദഗ്നി എന്ത് ചെയ്തു? വധിച്ചു. എങ്കിലും പരശുരാമൻ വന്നിട്ട് അദ്ദേഹത്തെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്നും ജമദഗ്നി ആരായിട്ടുണ്ട്? സപ്തധാരക സംഘത്തിലുണ്ടെന്ന് നമുക്ക് അറിയാം.
അതുപോലെ ബ്രാഹ്മണർ വളരെയധികം ശക്തരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതും ജാതി മതം, ഇന്ന് നമ്മൾ ജാതി മതം അനുസരിച്ചുള്ള ബ്രാഹ്മണരല്ല, ബ്രാഹ്മണർ ബ്രഹ്മത്തെ അറിയുന്ന ബ്രാഹ്മണർ എന്ന് പ്രത്യേകം ഓർക്കണം. അന്നത്തെ ബ്രാഹ്മണരൊക്കെ ബ്രഹ്മത്തെ അറിയുന്നവർ തന്നെ ആയിരുന്നു. കലിയുഗത്തിൽ ബ്രാഹ്മണീയ ശക്തിശൂന്യരാണ്, ബ്രാഹ്മണീയ സംസ്കാര ശൂന്യരുമായി തീർന്നു. ഈ ഒരു സംഭവം അതിലേക്ക് നാന്ദി കുറിച്ചു എന്നുള്ളതാണ്. കുലാങ്കരൻ അഥവാ കുലത്തിലെ ഏറ്റവും നീചൻ അഥവാ കുലദ്രോഹി പരീക്ഷിത് മഹാരാജാവാണെന്ന് ആ ബ്രാഹ്മണൻ കരുതി. എന്നാൽ യഥാർത്ഥത്തിൽ സ്വയം ആ ബ്രാഹ്മണകുമാരനായിരുന്നു കുലദ്രോഹി എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം ബ്രാഹ്മണരെ ആ ഒരു പ്രവൃത്തിയോടുകൂടി ബ്രാഹ്മണർക്കുണ്ടായ മാറ്റം, അത് നമ്മൾ ലക്ഷ്മി ദേവിയെ കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ ഇവിടെയും ബ്രാഹ്മണർക്കുണ്ടായ മാറ്റം. അപ്പം ബ്രാഹ്മണർ വിഷപ്പല്ല് വേർപെടുത്തപ്പെട്ട സർപ്പങ്ങളെ പോലെ ശക്തിശൂന്യരായി തീർന്നു എന്നാണ് നമുക്ക് ശ്രീല പ്രഭുപാദർ തന്നിരിക്കുന്നത്. അപ്പം ഒരു പാമ്പിനെ അതിന്റെ വിഷപ്പല്ല് വേർപെടുത്തിയാൽ കഴിഞ്ഞാൽ പിന്നെ അതിനെന്തെങ്കിലും ശക്തിയുണ്ടോ? അതിനെ കണ്ടാൽ ആരെങ്കിലും അറിവുള്ളവരാരും പേടിക്കത്തില്ല, കുട്ടികൾ പേടിച്ചെന്നിരിക്കും. അത് പറഞ്ഞ പോലെ അപ്പൊ അതിന് കാണുമ്പോൾ കുട്ടികൾ ഭയപ്പെടും, പക്ഷെ ബാക്കിയുള്ളവർ അത്രയും ഭയപ്പെടത്തില്ല എന്നുള്ളതാണ്. കാണുമ്പോൾ നമുക്കൊരു ഭയം തോന്നും, അതില്ലെന്നല്ല, പക്ഷേ എന്നിരുന്നാൽ തന്നെയും അതിനെ പേടിക്കേണ്ട കാര്യം ഇല്ല, വിഷപ്പല്ലിനെ വേർപെടുത്തി എന്നുള്ളതാണ്. അപ്പൊ അതുപോലെയാണ് ഇവിടെ കലിസത്വം ആദ്യം ബ്രാഹ്മണകുമാരനെ പരാജയപ്പെടുത്തി. അപ്പൊ അവന്റെ മനസ്സിൽ ഈ അനാവശ്യ ചിന്ത ഉദിപ്പിച്ചു കലിസത്വം. പിന്നെ ക്രമേണ മറ്റു കുലങ്ങളുടെയും മേൽ തന്റെ ആധിപത്യം ചെലുത്തി. ബ്രാഹ്മണരെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഒരു പ്രശ്നവുമില്ല ബാക്കിയുള്ളവരെ പരാജയപ്പെടുത്താനായിട്ട്. അപ്പൊ അങ്ങനെ മറ്റു കുലങ്ങളുടെയും മേൽ തന്റെ ആധിപത്യം ചെലുത്തി. ഈ യുഗത്തിലെ സമഗ്ര ശാസ്ത്രീയ വർണ്ണവ്യവസ്ഥകൾ ദുഷിച്ച ഒരു ജാതി സമ്പ്രദായം അവലംബിച്ചിരിക്കുന്നു. ഇന്നത്തെ രീതികളെല്ലാം മാറി ബ്രാഹ്മണ സമുദായമെന്നോ ക്ഷത്രിയരെന്നോ ഒന്നുമില്ലാത്ത ഒരിതിലേക്ക്, കലിയുഗത്തിന്റെ മായിക പ്രഭാവത്തിലേക്ക് എത്തി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് മൂലകാരണമായി ഭവിക്കാൻ ഒരു ഭാഗ്യമാണ്, ഭാഗ്യമോ ദൗർഭാഗ്യമോ ആ കുട്ടിക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പം ഒരു വർണ്ണാശ്രമ വ്യവസ്ഥിതിയിലെ നാശത്തിന് കാരണമായി ഭവിക്കുകയും ചെയ്തു. വർണ്ണാശ്രമ വ്യവസ്ഥിതിയാണ് ഏറ്റവും നല്ലതായിട്ട് മനുഷ്യരെ കൊണ്ടുവരേണ്ടത്. എന്നുവെച്ചാൽ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യേണ്ടവരെ ചെയ്യേണ്ട രീതിയിൽ ചെയ്തു പോകുന്നു. അതാണ് വർണ്ണാശ്രമ വ്യവസ്ഥിതിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഭഗവാൻ തന്നെ ഓരോ അവതാരത്തിലും ഓരോ രീതിയിലുള്ള പ്രത്യേകതകൾ പ്രകടമാക്കിയിരുന്നു. ആവശ്യത്തിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ഭഗവാൻ ചെയ്തിരുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴേ നമുക്കറിയാം എന്താണ് വേണ്ടത് എന്നുള്ളത് ഭാഗവതം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള അധപ്പതനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകരുതൽ എടുക്കാൻ വേണ്ടി ഈ കഥകളെല്ലാം നമ്മുടെ മുന്നിൽ ഇട്ടു തന്നിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ഓരോ രീതിയിലും ഭഗവാൻ അവതാരമെടുത്തു വന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമത്താൽ കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ, മനുഷ്യന് മാറ്റങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പൊ ആ മനുഷ്യന്റെ സ്വഭാവത്തിലുണ്ടായ വൈപരീത്യമാണ് ഈ പ്രകാരം പെരുമാറുന്നതിന് കാരണമായി ഭവിച്ചത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. തഥോഭ്യേത്യാശ്രമം ബാലോ ഗളേ കളേവരം പിതരം വീക്ഷ്യ ദുഃഖാർത്ഥോ മുക്തകണ്ഠോരുരോധഃ. തഥോപ്യത്യാശ്രമം ബാലോ ഗളേ സർപ്പകളേവരം പിതരം വീക്ഷ്യ ദുഃഖാർത്ഥോ മുക്തകണ്ഠോരുരോധഃ. തഥോപ്യത്യാശ്രമം എന്ന് വെച്ചാൽ പിന്നെ അങ്ങ് ആശ്രമത്തിനകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം പിന്നെ ഗളേ സർപ്പകളേവരം കഴുത്തിൽ എന്ത് ഇട്ടിരിക്കുകയാണ്? മരിച്ച സർപ്പത്തിന്റെ ശരീരം ഇട്ടിരിക്കുന്ന അച്ഛനെ കണ്ടിട്ട് കളേവരം ഏത് മക്കൾക്കും ഉണ്ടാകുന്ന ഒരു ഇതാണ് ഇവിടെ കാണിച്ചത്. പിതരം കാരണം അറിവില്ലാത്ത ഒരു വ്യക്തി, കാരണം ഇതൊരു സാരമില്ല എന്ന് കളയാനുള്ള മനസ്സ് ആ കുട്ടിക്കില്ല, നമ്മളെപ്പോലെ. പിതാവിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് വീക്ഷ്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, പിതരം വീക്ഷ്യ അച്ഛനെ കണ്ടിട്ട് ദുഃഖാർത്ഥോ ആ കുട്ടി ദുഃഖാർത്ഥനായി മുക്തകണ്ഠോ
എന്ന് വെച്ചാൽ എന്താണ്, ഉറക്കെ അങ്ങ് വിളിച്ചു കരഞ്ഞു. കാരണം ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മളും കാണരുതാത്ത ഒരു വസ്തു കാണുമ്പോൾ നമ്മളും നിലവിളിച്ചു പോകും. അതുപോലെ അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു ഇത് കണ്ടിട്ടപ്പോഴത്തേക്ക്. അങ്ങനെ ആശ്രമത്തിൽ മടങ്ങി വന്ന ഋഷിപുത്രനായ ബ്രാഹ്മണകുമാരൻ, ശ്രീല പ്രഭുവാദിക്കീജെ, അനന്തരം ആശ്രമത്തിൽ മടങ്ങി വന്ന ഋഷിപുത്രനായ ബ്രാഹ്മണകുമാരൻ തന്റെ താതന്റെ ചുവലിൽ പാമ്പിനെ കണ്ട് ദുഃഖാർത്ഥനായി അത്യുച്ചത്തിൽ നിലവിളിച്ചു. അപ്പൊ നമുക്ക് ശ്രീല പ്രഭുവാദർ ഇവിടെ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും എന്താണ്, ഒരു മഹാപരാധം പ്രവർത്തിച്ചതിനാൽ ബ്രാഹ്മണകുമാരനെ മനസ്സമാധാനം ലഭിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ഓരോ അവസ്ഥയിലും ഓരോ സന്ദർഭത്തിലും എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ശ്രീല പ്രഭുവാദരുടെ ഓരോ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. തഥോപ്യേത്യാശ്രമം ബാലോ ഗലേ സർപ്പകളേവരം പിതരം വീക്ഷ ദുഃഖാർത്ഥോ മുക്തകണ്ഠോരുരോധ. ശ്ലോകം വായിച്ചോളൂ. കൃഷ്ണ ഗുരുഭ്യോ നമഃ വാസുദേവായ. തഥോപ്യേതാശ്രമം ബാലോ ജലേ സർപ്പകളേവരം പിതരം വീക്ഷ ദുഃഖാർത്ഥോ മുക്തകണ്ഠോരുരോധ. കൃഷ്ണ. താങ്ക് യു. ഒരാളുടെ വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 38. തദോ അഭ്യേത്യാശ്രമം ബാലോ ഗലേ സർപ്പകളേവരം പിതരം വീക്ഷ ദുഃഖാർത്ഥോ മുക്തകണ്ഠോരുരോധ. ഹരേഷ്ണ മാതാജി. ഹരേഷ്ണ. വായിച്ചോട്ടെ മാതാജി. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. തദോ അഭ്യേത്യാശ്രമം ബാലോ ഗലേ സർപ്പകളേവരം പിതരം വീക്ഷ ദുഃഖാർത്ഥോ മുക്തകണ്ഠോരുരോധ. ഹരേ കൃഷ്ണ. രുരോധം വെച്ചാൽ വിളിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോഴേ അവിടെ കുട്ടി അങ്ങ് മറന്നുപോയി നമ്മളെ എന്തൊക്കെയാണ് ഞാൻ എന്തിനാണ് ഈ ബ്രാഹ്മണീയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്തിനാണ് എന്നും ഭഗവാന്റെ അടുത്തേക്ക് ഞാൻ എത്തുകയെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്നും ഭഗവാനിലേക്ക് പോകാനാണ് എന്നുള്ളതൊക്കെയും ആ കുട്ടി അങ്ങ് മറന്നുപോയി എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ആ ഒരു സാഹചര്യത്തിന് അടിമയായി പോയി. നമുക്കറിയാം എന്തൊക്കെയാണ്, പല സ്റ്റെപ്പുണ്ട് നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താനായിട്ടുള്ളത്. അപ്പം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് ചെയ്യുന്നോ അതെല്ലാം, വാട്ട് എവർ ആക്ടിവിറ്റി ദാറ്റ് യു ആർ ഡൂയിങ്, യു ഡു ഇറ്റ് ഫോർ മീ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നെല്ലാം പ്രവർത്തിക്കുന്നോ, നീ ഒരു ബ്രാഹ്മണനാണ്, നീ പഠിക്കേണ്ടതെല്ലാം പഠിച്ചു, നീ വേണ്ട രീതിയിൽ നീ പെരുമാറാൻ. അപ്പൊ ഏത് ആക്ടിവിറ്റി നീ ചെയ്യുമ്പോഴും അപ്പം അവിടെ ഓർക്കേണ്ടത് ഭഗവാന്റെ സ്റ്റേഷനാണ് ഭരിക്കുക, ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ് രാജാവായിട്ടിരിക്കുന്നത്. അത് ചിന്തിച്ചില്ല. അത് എന്തൊരു ആക്ടിവിറ്റി നീ ചെയ്യുമ്പോഴും ഒരു ബ്രാഹ്മണകുമാരനെ ഇപ്രകാരം പഠിപ്പിച്ചു വിടുന്നത് ഇങ്ങനെ ഒരു അക്രമം കാണിക്കാനല്ല. അപ്പം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിൽ എത്തേണ്ടവരെങ്ങനെയായിരിക്കണം, ഏതൊരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നോ അതെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുക എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടാതെ പ്രത്യേക 5 സ്റ്റെപ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ രണ്ടാമതായിട്ട് എന്ത് ചെയ്യുമ്പോഴും ഏത് രീതിയിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഗോൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ. എങ്ങനെ ഗോള്? അപ്പം നിന്റെ ഗോൾ ഓഫ് ലൈഫ് എന്താണ്? നിനക്ക് എന്നിൽ എത്താനാണല്ലോ നീ ഈ മനസ്സിനെ എല്ലാം നിയന്ത്രിച്ച് നീ ഇത്രയും കഠിനമായ തപസ്സനുഷ്ഠിച്ച് നീ കാട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം നീ ആ ഗോളിനെ അങ്ങ് മറന്നുപോയി. എന്തായി? ഗോൾ ഓഫ് ലൈഫ് ഭഗവാനാണെന്ന് അവിടെ ആ കുട്ടി അങ്ങ് മറന്നുപോയി. ഇനിയും അതുപോലെ ഭഗവാന്റെ മൂന്നാമത്തെ കാര്യം, ഒരു ഡിവോട്ടിയായി മാറുക. ഏത് രീതിയിലും ബിക്കം എ ഡിവോട്ടി, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പം എന്റെ മഹാരാജ എപ്പോഴും പറയുന്നതാണ്, റീഡ്, ടോക്ക്, സീ, ചാൻഡ്, സിംഗ് എന്നൊക്കെ വെച്ചാൽ എന്താണ്? അപ്പം വായിക്കുന്നതും പറയുന്നതും കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും എല്ലാം നീ എന്നെ ഓർത്തുകൊണ്ട് ചെയ്യുക. അപ്പൊ അവിടെ ഭഗവാനെ ഓർത്തിരുന്നെങ്കിൽ, ഭഗവാനെ അവൻ ഓർത്തു. എന്താണ്? ഭഗവാൻ പോയത് കൊണ്ടാണ് ഇയാൾ വലുതായത്, അക്രമം കാണിച്ചതെന്ന് ഓർത്തു. ആ ഓർത്തത് എങ്ങനെയായിരിക്കണം? എന്നെ സെർവ് ചെയ്യത്തക്ക രീതിയിലായിരിക്കണമായിരുന്നു എന്ന്. എന്ത് നിങ്ങൾ ചെയ്യുന്നു അതെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞതിന് അവൻ എന്റെ അഹന്ത അവിടെ പൊക്കിക്കൊണ്ട്
വന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് മഹാരാജ എപ്പോഴും പറയും, ബി ഫ്രീ ഫ്രം നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് ദിസ് വേൾഡ്. ഈ ലോകത്തിലെ നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ നിന്ന് ഫ്രീ ആയിട്ട് മാറുക. അപ്പൊ ആ ഒരു ത്രിഗുണാത്മകമായ ആ ഒരു ഇതിൽ നിന്ന് മാറി മയ്യാസക്തം അനാപ്പാർത്ത യോഗം യുഞ്ജന്മദാശ്രയ, അല്ലെ? അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് നമ്മളെ മനസ്സിനെ തിരിക്കേണ്ടത്. അതും ആ കുട്ടി ചെയ്തില്ല. പിന്നെ എന്താണ്, നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിനെ ഡൗൺ ആക്കത്തക്ക രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അസോസിയേറ്റ് ചെയ്തു പോവരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതെങ്ങനെയുള്ളതായിരിക്കണം, ആ കോൺഷ്യസ്നെസ്സിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതായിരിക്കണം. അല്ലാതെ കോൺഷ്യസ്നെസ്സിനെ ഡൗൺ ആക്കത്തക്ക രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കരുത് എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ ജലസിയിൽ നിന്നും എൻവിയിൽ നിന്നും, ഏറ്റവും ഭയങ്കരമാണ് എൻവി. അപ്പൊ അസൂയയിൽ നിന്നും ആ എൻവിയിൽ നിന്നും അതിൽ നിന്നൊക്കെ എപ്പോഴും ഫ്രീ ആകുക. അപ്പൊ രാജാവ് വലിയതാണെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ള ആ ജലസി ഉണ്ടാകാതെ എല്ലാ ജീവജാലങ്ങളോടും സർവഭൂതേഷു പശ്യേത്, ഭഗവത്ഗീത പറയുന്നത് അല്ലേ? അപ്പം ആ ഏതൊരു ജീവിയോടും നിങ്ങളെ ജലസിയും എൻവിയും ഇല്ലാതെയാകുക. അപ്പം ഇത്രയും കാര്യങ്ങളെ ആര് നടത്തിക്കൊണ്ടു പോകുന്നു അവരോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങല്ലാതെ എന്നെ എന്താണ്, മന്യേധനാവിജനരൂപ തപസ്രുത തേജപ്രഭാവ ബലപൗരുഷ ബുദ്ധിയോഗ നാരായണായധി, ആ ഒരു അങ്ങനെയുള്ള ഒന്നും കൊണ്ടും എന്താണ്, ഭക്ത്യാദുദോഷ ഭഗവൻ ഗജയൂഥപായ, ഒരിക്കലും ഒരു ഗജം വിളിച്ചപ്പോൾ അവിടെ ഓടിച്ചെന്ന ഭഗവാൻ മന്യേ ധനാഭി ജനരൂപ പൗരുഷ ഒരു ബുദ്ധിയോഗം ഇതൊന്നും കൊണ്ട് എന്നെ ആർക്കും പിടിച്ചെടുക്കാമെന്ന് കരുതണ്ട. മന്യേ ധനാഭി ജനരൂപ സുത തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധിയോഗ, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഒന്നും എന്നെ കിട്ടില്ല. പിന്നെ കിട്ടണമെങ്കിൽ എന്ത് വേണം, ആ ഒരു എളിമ ഉണ്ടാകണം മനസ്സിനെ. ആ എളിമയാണ് ഏറ്റവും വലുത് എന്ന് ആ എളിമ കൊണ്ട് എന്താണ്, ഒരു ആന വിളിച്ചപ്പോ പോലും അത്ര ധൃതിപ്പെട്ട്, കാരണം അദ്ദേഹത്തിന്റെ ഓട്ടമായിരുന്നു, ആ ഗരുഡന്റെ പോക്ക് പോലും പോരാത്ത രീതിയിൽ ഓടിപ്പോയവനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഭഗവാനെ നേടാനായിട്ട് 5 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, എന്താണ്, അനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം രക്ഷത്തീതി വിശ്വാസോ ഗോത്രത്തെ വർദ്ധനം യഥ ആത്മനിക്ഷേപകാർപ്പണ്യ, അല്ലെ? അത് ഷഡ്വിധ ശരണാഗതി, അതും പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ കുട്ടിയെ ഇതൊന്നും ഓർമ്മിച്ചില്ല, എല്ലാം പഠിച്ചെടുത്ത കുട്ടി ഇതിൽ നിന്ന് എല്ലാം എളുപ്പനായി പുറകോട്ട് പോകുന്നതാണ് അവിടെ കണ്ടത്. അപ്പൊ നമ്മള് അത് ആ ഒരു രീതിയിൽ നമ്മൾ കാണരുതേ എന്നുള്ളത് നമുക്കൊരു എന്ത് പറയാനാ, നമുക്കൊരു ടെസ്റ്റ് നേരത്തെ തരികയാണ്. നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ പ്രവർത്തനത്തിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ഇതൊക്കെ മഹാ അപരാധമാണെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊക്കെയാണ്, ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഓർത്തത്. അപ്പം തഥോഭ്യേത്യാശ്രമം ബാലോ ഗലേ സർപ്പകളേവരം പിതരം വീക്ഷ്യ ദുഃഖാർത്ഥോ മുക്തകണ്ഠോരുരോധഃ. അങ്ങനെ ആ അവസ്ഥയിൽ അച്ഛനെ കണ്ടപ്പോഴേക്ക് ദുഃഖഭാരം കൂടി അങ്ങനെ ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന് നമ്മള് കണ്ടു. ഇനി ആ കുട്ടി ആരാണ്? സവാങ്കിരസോ ബ്രഹ്മൻ ശ്രുത്വാ സുധവിലാപനം ഉന്മീല്യ ശനകൈർനേത്രേ ദൃഷ്ട്വാ ചാംസേ മൃതോരകം. സവാങ്കിരസോ ബ്രഹ്മൻ ശ്രുത്വാ സുധവിലാപനം, സവാങ്കിരസോ ബ്രഹ്മൻ ശ്രുത്വാ സുധവിലാപനം ഉന്മീല്യ ശനകൈർനേത്രേ ദൃഷ്ട്വാ ചാംസേ മൃതോരകം. അപ്പം സവാ അങ്കിരസോ, സ വൈ, സവാ സഹ അദ്ദേഹം വൈ കൂടി, അങ്കിരസോ അങ്കിരസിന്റെ കുലത്തിൽ ജാതനായ ഋഷി. നമുക്കറിയാം ഓരോ മഹാമുനിമാരുടെയും കുലം. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ ഏത് കുലത്തിൽപ്പെട്ടതാണ് എന്ന് ചോദിക്കും. നമ്മളിവിടെ ഹിന്ദുക്കളെ നായര്, പിള്ള, അല്ലെങ്കിൽ ഏത് ജാതി എന്നൊക്കെ ചോദിക്കുന്ന പോലെ അവിടെ ചെന്നാൽ ഏത് കുലത്തിൽപ്പെട്ടവരാണ്, ഏത് ത്രികുലമാണോ
അങ്കിരസിന്റെ കുലമാണോ? ഇങ്ങനെയൊക്കെ വിശ്വാമിത്രന്റെ ഓരോരുത്തർക്കും ഓരോ കുലമുണ്ട്. അപ്പൊ അങ്ങനെ ആ അങ്കിരസിന്റെ കുലത്തിൽപ്പെട്ടതായിരുന്നു ഈ കുട്ടി. അങ്കിരസിന്റെ കുലത്തിൽപ്പെട്ട ഇനി ബ്രഹ്മൻ ഹേ ശൗനക എന്ന് വിളിക്കാൻ ശ്രുത്വ ശ്രവിച്ചിട്ട് അത് കേട്ടിട്ട് അദ്ദേഹം അത് കേട്ടിട്ട് എന്ത് കേട്ടു? സൂതവിലാപനം. എന്താ കേട്ടത്? സുതവിലാപനം, സുതന്റെ വിലാപനം കേട്ടിട്ട് സുതൻ എന്ന് വെച്ചാൽ പുത്രനാണല്ലോ. സുതവിലാപനം കേട്ടിട്ട് ഉന്മീല്യ ശനകൈർനേത്രേ, അതുവരെ അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ ചത്തപാമ്പ് ഒന്നെടുത്ത് ഇട്ടവൻ മെയിലേ കൃഷ്ണരാമ ഹരേ എന്ന് നമ്മൾ പറയുന്നത് പോലെ പാമ്പിനെ എടുത്തിട്ടതോ മറ്റൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ആ ആത്മഭാവത്തിൽ ലയിച്ച് അദ്ദേഹം ഇരിക്കുകയായിരുന്നു. അങ്ങനെ അത് കണ്ടിട്ട് മകന്റെ ഈ വിലാപനം കേട്ടിട്ട് ഉന്മീല്യ ശനകൈർനേത്രേ, ശനകൈർനേത്രേ ക്രമേണ നേത്രേ നേത്രങ്ങളെ തുറന്നിട്ട് ദൃഷ്ട്വാ ചാംസേ മൃതോരകം, ദൃഷ്ട്വാ കണ്ടു, എന്തേ? ചുമലിൽ മൃതോരകം കണ്ടു. അപ്പം ഇവിടെ പറയാണ്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, സുപുത്രന്റെ നിലവിളി കേട്ട് പതുക്കെ നയനങ്ങൾ തുറന്ന അങ്കിരമുനിയുടെ വംശജനായ ഋഷി തന്റെ കണ്ടത്തിൽ ചുറ്റിവെച്ചിരുന്ന നിർജീവമായ സർപ്പത്തെ കണ്ടു. ഇതാര് പറയുകയാണ്? എവിടെ വെച്ച് പറയുകയാണ്? ഇതാര് പറയുന്നതാണ്? നമ്മൾ ഓരോ ശ്ലോകം പഠിക്കുമ്പോഴും ആരാ പറയുന്നതെന്നൊന്ന് ഓർക്കണ്ടേ? എന്തോ പണ്ട് അവിടെ ആര് പറഞ്ഞു കൊടുത്തതായിട്ട്? ആര് പറഞ്ഞു കൊടുത്തതാ ഇവിടെ പറയുന്നത്? പരീക്ഷിത് മഹാരാജ് ശുകദേവ് ഗോസ്വാമി പറഞ്ഞു കൊടുത്ത കാര്യം. അപ്പൊ ഇവിടെ പറയാണ്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, സുപുത്രന്റെ നിലവിളി കേട്ടിട്ട് പതുക്കെ നയനങ്ങൾ തുറന്ന അങ്കീരമനിയുടെ വംശജനായ ഋഷി തന്റെ ഘട്ടത്തിൽ ചുറ്റിവെച്ചിരുന്ന നിർജീവമായ സർപ്പത്തെ കണ്ടു. അപ്പൊ ഇപ്പോഴാണ് ആ സർപ്പത്തെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുവരെയും അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെതായ മനസ്സിൽ അദ്ദേഹം അതിൽ തന്നെ ലയിച്ച് ഇരുന്നു പോയി എന്നുള്ളതാണ്. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഗുരുഭ്യോ നമഃ. ഭഗവതേ വാസുദേവായ. സവാ അങ്കിരസോ ബ്രഹ്മൻ ശ്രുത്വാ സുതവിലാപനം ഉന്മീലശനകൈർനേത്രേ ദൃഷ്ട്വാ ചാംസേ മൃതോരകം. കൃഷ്ണ മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി. സുതവിലാപനം ഹരേ കൃഷ്ണ. സവാ അങ്കിരസോ ബ്രഹ്മൻ ശ്രുത്വാ സുതവിലാപനം ഉന്മീല്യ ശനകൈർനേത്രേ ദൃഷ്ട്വാ ചാംസേ മൃതോരകം. ഹരേ കൃഷ്ണ. അവിടെ പുത്രന്റെ നിലവിളി കേട്ടു, കണ്ണുകൾ തുറന്നു. അങ്കിരമനിയുടെ അദ്ദേഹം ഏത് വംശത്തിൽപ്പെട്ട ആളായിരുന്നു എന്ന് പറഞ്ഞു. തന്റെ ഇഷ്ടത്തിൽ കുത്തിവെച്ചിരുന്ന അതിനെ കണ്ടിട്ട്, സർപ്പത്തെ കണ്ടു. അദ്ദേഹം അതിന് വലിയ വിലയൊന്നും കൊടുത്തില്ല എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. വിസൃജ്യതം ചപ്പപ്രച്ഛ വത്സ കസ്മാതിരോദിഷി കേനവാദേ പഖ്യതം ഇത്യുക്ത സഞ്ജതേ വയദേയതേ കേനവാദേ അപക്വതം. അപക്വതമാണ് അത് കേട്ടോ. അപക്യത്യം ഇത്യുക്ത സഞ്ജതേ. അതെടുക്കാൻ സമയമില്ല. എന്നാലും വിസൃജ്യ പുറപ്പെടുവിച്ചു. അതെ പപ്രച്ഛ ചോദിച്ചു. വത്സ എന്റെ പുത്ര, കസ്മാത് എന്തിനാണ് നീ രോദസി വിലപിച്ചത്? എന്തിനാണ്? കേന അല്ലാത്ത കേനവാ തേ എന്ന് പറഞ്ഞാൽ ആരാൽ അവർ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, അല്ലാത്ത പക്ഷം അപകൃതം ധാർഷ്ട്യത്തോടെ പെരുമാറിയത് എന്തിനാണ്? ഇതി അപ്രകാരം ആരായികയാൽ ആ ബാലൻ നിവേദയത എല്ലാം അറിയിച്ചു. അപ്പൊ അച്ഛൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെല്ലാം മകൻ പറയുകയാണ്. വിസൃജ്യതം ചപ്രച്ഛ വത്സ കസ്മാത് വിരോധിഷി കേനവാദേ അപകൃതം ഇത്യുക്തസ്യ ന്യവേദയതേ. കേനവാദേ അപകൃതം ഇത്യുക്തസ്യ ന്യവേദയതേ. നിർജീവമായ സർപ്പത്തെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ ശേഷം വിലപിച്ചുകൊണ്ടിരുന്ന പുത്രനോട് ആരെങ്കിലും ഉപദ്രവിച്ചു നിന്നെ എന്ന് ആരാഞ്ഞ ഋഷിയോടെ അവൻ സംഭവിച്ചതൊക്കെയും സവിസ്തരം ധരിപ്പിച്ചു. അദ്ദേഹം അതിനൊരു വിലയും കൊടുത്തില്ല എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. നമുക്ക് അത് പിന്നീട് പറയാം. ഹരേ കൃഷ്ണ. ഇത്രയുമാണ്. ഇവിടെ ഒരു സംഭവമാണ് ഇവിടെ സംഭവിച്ചത്. അച്ഛൻ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. മകനാണെങ്കിലോ അതിന് അങ്ങേയറ്റത്തെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു എന്ന് നമ്മുടെ ഇവിടെ കാണുന്നു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ.